ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീണ്ടും മോദി ഇഫക്റ്റ്. ഇലോൺ മസ്കിന്റെ ടെസ്ല ഭാരതത്തിലേക്ക്. തീരുമാനം അമേരിക്കയിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. പ്രവർത്തനം തുടങ്ങാൻ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ച് പരസ്യം. ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും. സഹകരണം ശക്തിപ്പെടുത്താൻ ഭാരതവും ഇറ്റലി. ശബരി റെയിൽപാതയ്ക്ക് തടസ്സം സംസ്ഥാന നിലപാടു തന്നെ. ദൗർഭാഗ്യകരമെന്ന് റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ. രാജ്യ താൽപര്യവും പരിഗണിക്കണം. ആവശ്യപ്പെടുന്നത് ഭൂമി മാത്രം. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെല്ലാം ഒരുപോലെ വികസിക്കണമെന്ന നയമെന്നും സോമണ്ണ ജനം ടിവിയോട്. കാര്യവട്ടം കോളേജിലെ SFI പൈശാചികതയിൽ നടപടി. റാഗിംഗ് നടത്തിയ 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. യൂണിറ്റ് ഓഫീസിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി ജനം ടിവിയോട്. പറഞ്ഞിട്ട് അടിക്കുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കുട്ടനെ നല്ല രീതിക്ക് അടി കിട്ടി. അപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച് ഓടി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് റൂമിൽ പോയി. അതിന് എന്നെ മാത്രമായിട്ടാണ് ഇട്ട് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുളയെ കൊച്ചൻ്റെ തലയിൽ അടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഇട്ട് അടിച്ച് അതിന് എന്നെ ഒരു യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അവൻ്റെ മുട്ടുകുത്തിക്കാൻ മുട്ടുകാരെല്ലാം അടിക്കും. പിന്നെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച്, എൻ്റെ ഷർട്ടൊക്കെ കയറി. അങ്ങനെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച്. പിന്നെ വെള്ളം ചോദിച്ചിട്ട് ആദ്യം തന്നില്ല. പിന്നെയാണ് വെള്ളം കൊണ്ട് തന്നത്. വെള്ളമാണെങ്കിൽ അത് ഒരു കുപ്പിയിൽ പകുതി ഒഴിച്ച് കളഞ്ഞ് വാണ്ട് കുപ്പിച്ച്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. അധ്യാപകരെയും പ്രതികളാക്കണമെന്ന് അമ്മ. അക്ഷയ്യെ രക്ഷിച്ചത് MLA MM മണിയെന്ന് അച്ഛൻ. നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബം ജനം ടിവിയോട്. രീതിയിലൊക്കെ അവർ നല്ല രീതിയിൽ കേസ് അട്ടിമറിച്ച് കൊണ്ടുപോയി അവസാനം ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ശരി, ഞാനിപ്പോൾ അതിൽ നീതി കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് ഞാൻ ശരിക്കും ആധികാരികമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തട്ടെ. അതിൻ്റെ പ്രതിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വാദിക്കുമല്ലോ. വാദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കൊലപാതകങ്ങൾക്ക് അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്ന്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് സാറിനെയാണ് കണ്ടത്. എൻ്റെ സുഹൃത്താണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും ബന്ധുവാണ് ബിനുവാണ് സാറിനെ കണ്ട് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഉടനെ തന്നെ സാർ കുറച്ച് കഴിയും മുന്നേ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ശാലിനി മാഡം ഇവിടെ എത്തുകയും ചെയ്തു. ഞങ്ങളെ നിന്ന് ബൈറ്റ് എടുത്തു, തുടക്കം കുറിച്ചു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് മറ്റുള്ള മാധ്യമങ്ങളെ. പൂക്കോട്ടെ SFIയുടെ ക്രൂര റാഗിംഗ് ലോകമറിഞ്ഞത് ഞങ്ങളിലൂടെ. പ്രതികൾക്ക് നിയമസഹായം നൽകി ഇടതു നേതാക്കൾ. കണ്ണടച്ച് സർക്കാർ. സിദ്ധാർത്ഥൻ സ്മൃതി ദിനത്തിൽ റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ട് ജനം ടിവി. പത്തനംതിട്ടയിൽ CITU പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വെട്ടിലായി CPM. കൊന്നത് RSS BJP പ്രവർത്തകർ തന്നെയെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. വ്യാജ പ്രചാരണം, വിഭാഗീയത മറച്ചുപിടിക്കാനെന്ന് BJP. പാലക്കാട് ഹമാസ് ഭീകരരെ എഴുന്നള്ളിച്ച പള്ളി നേർച്ചയെ പിന്തുണച്ച് കോൺഗ്രസ്. ഉറൂസല്ല ദേശോത്സവമെന്ന് VT ബൽറാം. വാർത്ത നൽകിയ ജനം ടിവിയെ പഴിചാരി FB പോസ്റ്റ്. ഉറൂസ് എന്നാദ്യം പറഞ്ഞത് മീഡിയ 1 ചാനൽ എന്ന് പ്രശാന്ത് ശിവൻ. സൗഹൃദങ്ങൾ പൂത്തുലയേണ്ട നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്തകളാണ്. മനഃസാക്ഷി മരവിപ്പിക്കുന്ന സംഭവങ്ങൾ. അത് തുടർക്കഥയായി ഓരോ ദിവസവും നമുക്ക് മുന്നിലെത്തുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയ ഹോസ്റ്റൽ മുറികളും ഇടിമുറികളും. റാഗിംഗ് എന്ന പേരിൽ അരങ്ങേറുന്ന ഈ ക്രൂരവിനോദം അവസാനിപ്പിക്കേണ്ടതല്ലേ? ജനം ടിവിയുടെ പ്രത്യേക ക്യാമ്പയിനിലേക്കാണ് ഇനി
കലാലയങ്ങളിലെ കാടത്തം. വയനാട് വെറ്ററിനറി കോളേജിൽ ക്രൂരപീഡനത്തിനിരയായി സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്കൊരു വർഷം. SFI പ്രവർത്തകരായിരുന്നു പ്രതികൾ. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെയാണ് ഒടുവിൽ സിദ്ധാർത്ഥൻ മരിച്ചത്. 2024 ഫെബ്രുവരി 18-നാണ് ക്രൂരപീഡനങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥൻ ജീവിതം അവസാനിപ്പിച്ചത്. ഫെബ്രുവരി 16-ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. രാത്രി 9 മണി മുതൽ ആരംഭിച്ച ക്രൂരപീഡനവും ആൾക്കൂട്ട വിചാരണയും പുലർച്ചെ 2 മണി വരെ നീണ്ടു. അർദ്ധനഗ്നനാക്കി നിർത്തിയുള്ള മർദ്ദനത്തിന് സഹപാഠികളടക്കം കാഴ്ചക്കാരായി. മണിക്കൂറുകളോളം പീഡനം തുടർന്നു. ഒടുവിൽ 18-ാം തീയതി ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊടിയ പീഡനത്തിനിരയായ സിദ്ധാർത്ഥന്റെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ കണിക പോലും ഉണ്ടായിരുന്നില്ല. ക്രൂരകൃത്യം ചെയ്തതാകട്ടെ SFI നേതാക്കളും പ്രവർത്തകരും. തുടർന്ന് 19 പ്രതികൾക്ക് സർവകലാശാല 3 വർഷം പഠനവിലക്ക് ഏർപ്പെടുത്തി. ഫെബ്രുവരി 28-ന് ആദ്യം 6 പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായി. മാർച്ച് 5-ന് കോളേജ് ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ ലഭിച്ചു. ഒടുവിൽ CBI അന്വേഷണം ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇനിയും നീതിക്കായി പോരാടുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. ജനം, വയനാട്. ഉന്നത ബന്ധത്തിന്റെ ബലത്തിൽ രക്ഷപ്പെട്ടവരും കേസിൽ പ്രതികളാണെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. സിദ്ധാർത്ഥന്റെ സുഹൃത്തും SFI നേതാവുമായ അക്ഷയും ബിൻസിയെയും പ്രതികളെന്ന് അച്ഛൻ പറഞ്ഞു. CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണിയാണ് അക്ഷയെ രക്ഷിച്ചത്. കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് ബിൻസിയയുടെ മാതാവ്. ആ ബലത്തിലാണ് കേസിൽ പേര് പോലും വരാതെ രക്ഷപ്പെട്ടതെന്നും ജയപ്രകാശ് ജനം TVയോട് പറഞ്ഞു. ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇവരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മകനെ കൊലപ്പെടുത്തിയവർ നരഭോജികളാണെന്ന് അമ്മ ഷീബ പറഞ്ഞു. 8 മാസത്തിലേറെ SFI പ്രവർത്തകർ സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും ആസൂത്രണം ചെയ്താണ് കൊല നടത്തിയതെന്നും അമ്മാവൻ ഷിബു ആരോപിച്ചു. ഇത് കെട്ടിയിട്ട് ഫ്രണ്ടിലിട്ട് ഒരാളല്ല, എത്രയോ പേർ. അപ്പോൾ ഇത് നരഭോജികളാണ്. അവർ രക്തം ദാഹിക്കുന്ന നരഭോജികൾ. ഇവരെ കോളേജിന് പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ കോളേജിലെ മറ്റുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി സമാധാനത്തോടെ. അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തു ഞങ്ങൾ. അതാ ഇവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് മാക്സിമം അതിനെ ലാഗ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് അവർ ലേറ്റാക്കി കൊണ്ടുപോയി. മനഃപൂർവ്വം നീക്കിക്കൊണ്ട് പോയ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വല്ല വീഡിയോ കാര്യങ്ങളോ 130ഓളം അവർക്ക് മൊബൈൽ പരിശോധിക്കാനുണ്ട്. എവിടെ ഈ ക്യാമ്പയിനാണ് 130ഓളം മൊബൈലിൽ അവർ പരിശോധിച്ച് അവരെടുത്ത് കളഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് കളയാനായിട്ടുള്ള സമയം അവരെടുത്തു. നമ്മൾ വീണ്ടും അന്വേഷിച്ച് പോയി എന്തുകൊണ്ട് ഈ കേസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അന്ന് അന്വേഷിച്ചപ്പോഴേ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് പേപ്പർ നമ്മൾ അയച്ചത് മാറിപ്പോയി, ഡൽഹിയിൽ അയക്കേണ്ട പേപ്പർ കൊച്ചിയിലായിപ്പോയി. വളരെ ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന പ്രതിപ്പട്ടികയിൽ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ അക്ഷയ്. ഇപ്പോൾ പറഞ്ഞു സിദ്ധാർത്ഥൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അക്ഷയ്. കാരണം എന്നാൽ ഈ അന്ന് മുതൽ ഈ 16, 17, 18 ഈ 3 ദിവസവും സിദ്ധാർത്ഥനെ ഡയറക്റ്റായിട്ട് കിട്ടാത്ത വരുമ്പോൾ അത് ഉറങ്ങുകയാണെന്നൊക്കെ പറയുമ്പോൾ വിളിക്കുന്നത് അക്ഷയ്യ. ആദ്യം ഫോൺ എടുക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് നടത്തുന്നത്. പോലീസിൻ്റെ നിഷ്ക്രിയത്വവും കേസെടുക്കുന്നതിലുള്ള വീഴ്ചയും അന്വേഷണം നടത്തുന്നതിനുള്ള പാളിച്ചകളും സർക്കാരിൻ്റെ സഹായവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള റാഗിങ്ങുകൾ അനുസ്യൂതം കേരളത്തിൽ തുടരുന്നതിന് കാരണം. SFI നേതാക്കളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കണം. CPM നേതാക്കന്മാർ SFI ഗുണ്ടകളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കി അവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാവണം. അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ റാഗിംഗ് തുടരുന്നത്. ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കും. ഞങ്ങൾ നാളെ മുതൽ ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇതിൻ്റെ പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ സംഘടിപ്പിക്കുക. അതെ, നിങ്ങൾ SFIയെ ന്യായീകരിക്കാൻ വരണ്ട. SFI നേതാക്കളാണ് എന്നെ റാഗ് ചെയ്തതെന്ന് അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചാനലുകളിലെല്ലാം കണ്ടു.
രാഷ്ട്രീയം മാറ്റി വയ്ക്കൂ. SFI ആണ് ഇത് നടത്തിയത് എന്ന് റാഗിങ്ങിന് വിധേയനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു. എവിടെ? അല്ല, അതിപ്പോൾ ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതി പിണറായി വിജയനും വരും, ഒരു സംശയവും വേണ്ട. ഈ തരത്തിലുള്ള അഴിമതിയും ഷേഡി ഡീലുകളുമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ മേഖലയിലെല്ലാം നടത്തുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. അല്ല, ഞാൻ ആദ്യമേ തന്നെ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതാണല്ലോ. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം കിട്ടിയ ധനസഹായം ശരിയായി ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. വയനാട്ടിലെ ജനങ്ങളെ ഇനിയും വഞ്ചിക്കരുത് എന്നുള്ളതാണ് LDF സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. റാഗിങ്ങിനെതിരെ BJP സംസ്ഥാന വ്യാപകമായി ഒപ്പുശേഖരണം അത് ഓൺലൈനായും അല്ലാതെയും നടത്തും. പോലീസിൻ്റെ നിഷ്ക്രിയത്വം, പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ, അതാണ് ഇതൊക്കെയും സർക്കാരിനെ കൊണ്ട് കണ്ണടപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു കെ സുരേന്ദ്രൻ. കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ റാഗിങ്ങിലെ 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 1-ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. കോളേജിൽ നടന്നത് റാഗിംഗ് ആണെന്ന് ആൻറ്റി റാഗിംഗ് സെൽ കണ്ടെത്തിയിരുന്നു. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കാണ് സസ്പെൻഷൻ. SFIക്കാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാര്യവട്ടം കോളേജിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ജനം TVയോട് പറഞ്ഞു. രശ്മി കാർത്തികയുടെ റിപ്പോർട്ട്. കോളേജുകളിലെ റാഗിംഗ്, SFI സംഘങ്ങൾ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പതിവായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോട്ടയത്തെ സംഭവം നമുക്കറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലും സമാനമായ രീതിയിലൊരു അനുഭവം ബിൻസ് ജോസ് എന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നു. ബിൻസ് ജോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് മോനെ അന്ന് സംഭവിച്ചത്? നമ്മുടെ കുറച്ച് സീനിയേഴ്സ് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ നല്ല രീതിക്ക് അടി കിട്ടി. അപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച് ഓടി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് റൂമിൽ പോയി. അതിനുശേഷം എന്നെ മാത്രമായിട്ടാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുളയെ കൊച്ചെൻ്റെ തലയിലടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ അടിച്ച് അതിനെന്നെ ഒരു യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അവൻ്റെ മുട്ടുകുത്തിക്കുക, അവൻ്റെ മുട്ടുകാരെല്ലാം അടിക്കും. പിന്നെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച്, എൻ്റെ ഷർട്ടൊക്കെ കീറി. അങ്ങനെ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ച് പിന്നെ വെള്ളം ചോദിച്ചിട്ട് ആദ്യം തന്നില്ല. പിന്നെയാണ് വെള്ളം കൊണ്ട് തന്നത്. വെള്ളമാണെങ്കിൽ അത് ഒരു കുപ്പിയിൽ പകുതി ഒഴിച്ച് കളഞ്ഞ് വാണ്ട് കുപ്പിളിച്ച് തുപ്പിയ ലാസ്റ്റ് തുപ്പൂരാണ് കൊണ്ട് തന്നത് എനിക്ക്. അത് കുടിച്ചാൽ മതി. അത് കുടിച്ചിട്ട് എൻ്റെ അടുത്ത് തുപ്പി എന്ന് പറഞ്ഞാൽ തുപ്പും പോലെ വന്നപ്പോൾ എൻ്റെ തുപ്പിയ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പിന്നെ മുട്ടുകല്ലൊക്കെ നിൽക്കാൻ പറഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരെ എന്നെ അടിച്ചതായിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്തില്ല. ഇനി അടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കോളേജ് കയറാൻ സമ്മതിക്കില്ല. അങ്ങനെ കുറേ ഇറങ്ങിപ്പോരാൻ സമയത്ത് അവർ തടഞ്ഞോ? പിന്നീട് ഇറങ്ങിപ്പോകുന്നത് പറഞ്ഞ് നീ നമ്മൾ പറയുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പൊയ്ക്കോളാൻ പറഞ്ഞ്. എന്നിട്ട് പിന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ പിന്നെയും വിളിച്ചു. പിന്നെ ഞാൻ പോയൊന്നുമില്ല. അവിടെ തിരിച്ച് കുറേ അടിയാന്ന്. എവിടേക്കാണ് കൊണ്ടുപോയത്? യൂണിറ്റ് റൂമിലോട്ട്. SFIയുടെ യൂണിറ്റ്. അതെ. അപ്പം ബിൻസിന്റെ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. അന്ന് ഈ മകൻ നേരിട്ടൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു? ബുദ്ധിമുട്ട് മോന് തലപെരുപ്പും നെഞ്ചുവേദനയും തലകറക്കമൊക്കെ വന്ന് അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയണത്. അവിടെ വെച്ച് ഫോണൊന്നും കൊടുത്തില്ല. അവർ ഫോണെല്ലാം മേടിച്ച് വെച്ചിരുന്നു. എന്നെ അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് വിവരം അറിയണത്. ഉടനെ ഞാൻ ഇവിടെ താലൂക്ക് ആശുപത്രി കൊണ്ട് നമ്മുടെ നെടുമങ്ങാട് അവിടുന്ന് റെഫർ ചെയ്താണ് മെഡിക്കൽ കോളേജിൽ വിടുന്നത്. ഇതാണ് ബിൻസും കുടുംബവും പറയുന്നത്. അതിൽ വലിയ രീതിയിൽ ക്രൂരമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ SFI യുടെ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ ഉപദ്രവിച്ചത്. മുള വടിവെച്ചൊക്കെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം ഈ റൂമിലേക്ക് കൊണ്ടുപോയി ഷർട്ട് ഉൾപ്പെടെ വലിച്ചു കീറി. വെള്ളം ചോദിച്ച സമയത്തും കുടിച്ചതിന് ശേഷം ആ വെള്ളം തന്നെയാണ് കുടിക്കാൻ നൽകിയതെന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഓരോ കോളേജുകളിലും ഇത്തരത്തിൽ SFIയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗിങ്ങിന് ഇരയാക്കുന്നത്. ഏതായാലും ഇപ്പോൾ 7 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പോലീസ് ഇവിടെ എത്തി വിദ്യാർത്ഥിയുടെ മൊഴി എടുക്കും എന്നുള്ളതും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് വിഷയത്തിലെ അന്വേഷണത്തിലെ അനാസ്ഥയ്ക്കെതിരെ BJPയുടെ ഉപവാസ സമരം. കോട്ടയം, കുമരകം, ഏറ്റുമാനൂർ, പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റുമാർ ഏകദിന ഉപവാസം നടത്തുകയാണ്. കോളേജ് അധികൃതരെ പ്രതി ചേർക്കുക, റാഗിംഗ് നിരോധന പ്രകാരം കേസെടുത്ത്
പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, ഉപവാസ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? ഞാൻ ഈ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ദൃശ്യങ്ങൾ. With respect to taxes on income between the Government of Republic of India and the Government of State of Qatar. These will be exchanged again on the Qatari side by His Excellency Sheikh Mohammed bin Abdul Rahman bin Jassim bin Jaber Al Thani, Prime Minister and Minister of Foreign Affairs for the State of Qatar, and on the Indian side by Srimati Nirmala Sitharaman, Minister of Finance. Thank you, Excellencies. Ladies and gentlemen, this concludes the exchange ceremony. ഖത്തർ അമീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് വിഷയത്തിൽ അന്വേഷണത്തിൽ അനാസ്ഥയ്ക്കെതിരെ BJPയുടെ ഉപവാസ സമരം. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ അയ്യപ്പൻ, എങ്ങനെ ഉപവാസം പുരോഗമിക്കുന്നു? കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി BJPയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ BJPയുടെ ഒരു ഉപവാസ സമരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർച്ചുമെല്ലാം നടത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായും BJPയുടെ കുമരകം, ഏറ്റുമാനൂർ, കോട്ടയം, പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദിന ഉപവാസ സമരമാണ്. BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അന്വേഷണ സംഘത്തിന് നേരെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും എല്ലാം ഉയർത്തിയത്. ഏതെങ്കിലും തരത്തിൽ അവ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം ഏതെങ്കിലും രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെല്ലാം പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ അവർ നടപടികൾ എടുക്കാനുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടോ? ഇന്നലെ അറിയാൻ സാധിച്ചത് ഈ വിഷയത്തിൽ കോളേജ് അധികൃതരുടെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അതിൽ കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ കേസിൽ പ്രതികളാക്കപ്പെടുന്ന കാര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ വെറും പ്രസ്താവനകളായി മാത്രം മാറരുത് എന്നാണ് BJPക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏകദേശം 300-ലധികം റാഗിംഗ് വിഷയങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ 10-ൽ താഴെ വിഷയത്തിൽ മാത്രമാണ് കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കൃത്യമായ കേസുകൾ എടുത്തിട്ടുള്ളത്. ഇതിനകത്തെല്ലാം കോളേജിൻ്റെ അധികൃതർ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ആ കോളേജിൽ മാസങ്ങളോളം നടക്കുന്ന റാഗിംഗ് വിഷയത്തിൽ ഒരു നടപടി പോലും എടുക്കാതെ വിദ്യാർത്ഥികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും അവരുടെ മൗന അനുവാദത്തോടു കൂടിയിട്ടാണ് ഇത്ര ക്രൂരമായ ഈ പ്രാകൃത രീതിയിലുള്ള റാഗിങ്ങുകൾ SFI അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി അനുകൂല സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്ത് നാളെ ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കോളേജ് അധികൃതർക്ക് തോന്നുന്ന തരത്തിലോട്ട് പോയാൽ മാത്രമേ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഇത്തരം പ്രാകൃതമായിട്ടുള്ള റാഗിംഗ് ശൈലികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നത് എന്നേക്കുമായി റാഗിങ് അവസാനിപ്പിക്കണം. കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. +2-ന് ശേഷം ആൾക്കാരെല്ലാവരും വിദേശങ്ങളിലേക്ക് പോകുന്നു. ഇവിടുത്തെ കലാലയങ്ങൾ CPM അവരുടെ CPM വൽക്കരണത്തിനും SFI വൽക്കരണത്തിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കലാലയങ്ങളെല്ലാം ഇന്ന് വിദ്യാർത്ഥികൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, സമഗ്രമായ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ കോളേജ് അധികൃതർക്കെതിരെ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തോന്നിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരെ പ്രതികളാക്കണം. 2, ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് ചാർജ് കൃത്യമായി മൊഴി രേഖപ്പെടുത്തി അവരെ അതിനകത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അല്ലാതെ 3 മാസത്തിന് ശേഷം പുറത്തിറങ്ങി വേറൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്ന രീതിയിലിട്ട് കടന്നു പോകരുത്. ഈ പ്രതികളുടെ SFI പശ്ചാത്തലം ഇതോടൊപ്പം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് വിഷയത്തിൽ അന്വേഷണത്തിലെ അനാസ്ഥയ്ക്കെതിരെ BJPയുടെ ഉപവാസ സമരം നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. കോഴിക്കോട് കളൻതോട് MES കോളേജിലെ റാഗിങ്ങിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരുക്കേറ്റ മുഹമ്മദ് മിൻഹാജിന്റെ കുടുംബം രംഗത്ത്.
പ്രതികളായ MSF പ്രവർത്തകർ രാഷ്ട്രീയമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് പിതാവ് അഷ്റഫ് ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് MES കോളേജിലെ BCA 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയാക്കിയത്. മർദ്ദനത്തിൽ മിൻഹാജിന്റെ കണ്ണിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോളേജിൽ കളർ ഡ്രസ് ഇട്ടു വന്നതിനായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. മർദ്ദിച്ച സീനിയർ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൃത്യമായി മിൻഹാജ് പോലീസിന് കൈമാറിയിട്ടും പ്രതികളെ കുന്നമംഗലം പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ഗുരുതര ആരോപണം. വകുപ്പുകൾ ചുമത്തി റാഗിംഗ് ആക്ട് പ്രകാരം ഒക്കെ പരാതി കൊടുത്ത് ആ റാഗിംഗ് ആക്ട് ആയിട്ടും ഇതുവരെ ആ പ്രതികളൊന്നും പിടികൂടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പോലീസിന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 10 ദിവസമായിട്ടും ഇതുവരെ ഈ പ്രതികളൊന്ന് അറസ്റ്റ് ചെയ്യുക ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ റെയ്സ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, ഞാൻ 4 വിദ്യാർത്ഥികൾ വരാം, അങ്ങനെ 5 അംഗ സംഘം MSFന്റെ പ്രവർത്തകരാണ്. 2 ദിവസം മുമ്പ് അവിടെ റാഗിങ് നടന്നു. പോലീസും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ ഭാവി തലമുറ എങ്ങനെ അവിടെ പഠിക്കാന്നുള്ളതാണ്. പ്രതികളായ MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള വഴിയാണ് പോലീസ് ഒരുക്കുന്നതെന്നും മിൻഹാജിന്റെ പിതാവ് പറയുന്നു. പ്രതികൾ പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പോലീസ് നടപടിയിൽ നിന്ന് വ്യക്തമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. പള്ളി നേർച്ചയ്ക്കിടെ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തിനെതിരെ BJP നേതാവ് C കൃഷ്ണകുമാർ. ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് കോൺഗ്രസ് നേതാവാണ്. സെക്രട്ടറി ശ്രീനിവാസൻ CPM നേതാവും. തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച MP രാജേഷും VT ബൽറാമും ഇപ്പോൾ മൗനം പാലിക്കുന്നു. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികളെ ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം, അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള CPM നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീനിവാസനുമാണ്. ശ്രീ MP രാജേഷും ശ്രീ VT ബൽറാമുമെല്ലാം തൃശ്ശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത്, ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ്. തൃശ്ശൂർ പൂരത്തിന് എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ്. ഇപ്പോൾ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ MP രാജേഷും ശ്രീ VT ബൽറാമും തയ്യാറായിട്ടില്ല. തൃത്താലയിൽ പള്ളി നേർച്ചയ്ക്കിടെ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം. പള്ളിയുമായി ബന്ധപ്പെട്ട ആഘോഷമല്ല, ദേശോത്സവമാണെന്നാണ് വിശദീകരണം. ഭീകരർക്ക് താരപരിവേഷം നൽകിയ വാർത്ത നൽകിയതിന് ജനം TVക്കെതിരെയും പഴിചാരലുണ്ടായി. ചർച്ച വഴിതിരിച്ചുവിടാനാണ് VT ബൽറാം ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ മറുപടി പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർപ്പം ചേരുന്നു. അരുൺ, എല്ലാവരും കാണുന്നതാണ് ആരെയാണ് ആനപ്പുറത്ത് ചിത്രങ്ങളാക്കി വെച്ച് എഴുന്നള്ളിച്ചത് എന്ന്. എന്നിട്ടും ശ്രീകൃഷ്ണകുമാർ പറഞ്ഞതുപോലെ പൂരത്തിന് ശ്രീരാമചന്ദ്രനെ എഴുന്നള്ളിച്ചതിനെ വിമർശിച്ചവർ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നു. ഇത് ദേശോത്സവമാണെന്ന് പറയുന്നു. എന്താണ് ഈ വിവാദത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? കൃഷ്ണരാജ്, ഇന്നലെയാണ് നമ്മൾ ജനം TV ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടത്. അതായത് പാലക്കാട് തൃത്താലയിൽ ഈ പള്ളി നേർച്ചയോടനുബന്ധിച്ച് നടന്ന ആ ഉത്സവത്തിൽ ഈ ആനപ്പുറത്ത് ഈ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി എഴുന്നള്ളിപ്പ് നടന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. അത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും വലിയ ചർച്ചകളാവുകയും ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ ചർച്ചയാവുകയും ഈ വിഷയം ചെയ്തു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് കണ്ടതോടുകൂടെയാണ് ഇത്തരത്തിൽ വാർത്ത വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തത് കണ്ടതോടുകൂടെയാണ് ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്
പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം രംഗത്തെത്തിയത്. വി.ടി. ബൽറാം പറയുന്നത് ഇത് ദേശോത്സവമാണ്, ഇതിന് പള്ളിയുമായിട്ട്, പള്ളി നേർച്ചയുമായിട്ടോ ഉറൂസുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല, ഇത് ജനം ടിവിയും അതുപോലെ തന്നെ സംഘപരിവാറും ഇത് പടച്ച് ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിലൊരു വിമർശനവുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് വി.ടി. ബൽറാം രംഗത്തെത്തിയത്. മാത്രമല്ല, ഈ പാലസ്തീൻകാരോടൊപ്പമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം, സംഘപരിവാർ ആളുകൾ ഒഴികെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. ഒപ്പം തന്നെ ഈ ഹമാസ് ഭീകരരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്തില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വി.ടി. ബൽറാം ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് ഈ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്നുള്ള വിമർശനം ഉയർന്നിരിക്കുമ്പോഴാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വിഷയത്തെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ട് വി.ടി. ബൽറാം രംഗത്തെത്തിയതെന്നുള്ളതാണ്. അതേസമയം തന്നെ BJP നേതാവായ പ്രശാന്ത് ശിവൻ ഇതിന് കൃത്യമായ മറുപടിയുമായി ഫേസ്ബുക്കിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു, അതായത് ജനം ടിവിയോ അതല്ലെങ്കിൽ സംഘപരിവാറോ അല്ല, ഇത് പട്ടാമ്പിയിൽ ഈ തൃത്താലയിൽ നടക്കുന്ന പള്ളി നേർച്ചയാണ്, പള്ളിയിലെ ഉറൂസാണ് എന്ന് പറയുന്നത് ജനം ടിവിയോ സംഘപരിവാറോ അല്ല, മറിച്ച് മീഡിയ വൺ എന്ന ചാനൽ കൃത്യമായിട്ട് തന്നെ ഇതിനെ ഉറൂസ് എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് പ്രശാന്ത് ശിവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രദേശത്തെ ഈ തൃത്താലയിലെ ജനങ്ങൾ തന്നെ ഇതിനെ തൃത്താല നേർച്ച എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആ പ്രദേശത്ത് അവിടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ജനം ടി വി ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നതും സമാന രീതിയിൽ തന്നെയാണ്. അതായത് ആ പ്രദേശത്ത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി നേർച്ച അല്ലെങ്കിൽ പള്ളി ഉറൂസ്, ആ ഉറൂസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പള്ളി കമ്മിറ്റിക്കും മതപരമായ കാര്യങ്ങളിലും മറ്റും ഈ ആഘോഷ പരിപാടികളിൽ ഇടപെടലിൻ്റെ പരിമിതി മൂലം അവിടെ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പള്ളിയിലെ ഉറൂസിനോടനുബന്ധിച്ച് ഇത്തരമൊരു ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആ പ്രദേശത്തെ ആളുകൾ ഓരോരുത്തരും പറയുന്നത് എന്നുള്ളതാണ്. അതും കൃത്യമായിട്ട് തന്നെ പ്രശാന്ത് ശിവൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ വി.ടി. ബൽറാം ഇത് ഉറൂസാണോ അല്ലെങ്കിൽ തൃത്താലയിലെ ജനകീയ ഉത്സവമാണോ ഇതിൽ വഴിതിരിച്ചു വിടുക, അതായത് ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഹമാസ് തീവ്രവാദികളെ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതിനെ തള്ളിപ്പറയാൻ വി.ടി. ബൽറാം തയ്യാറാണോ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പള്ളി നേർച്ചയ്ക്കിടെ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വിവാദ സംഭവത്തിൽ കോൺഗ്രസ് ആ സംഭവത്തെ പിന്തുണയ്ക്കുകയാണ്. അത് ദേശോത്സവമാണ്, ഉറൂസ് അല്ല എന്ന് പറയുന്നു. പക്ഷേ BJP കൃത്യമായി മറുപടി പറയുന്നു. ആദ്യമായി ഇത് ഉറൂസാണെന്ന് പറഞ്ഞത് ജനം TV അല്ല, മീഡിയ വൺ ആണ് എന്ന മറുപടിയാണ് പ്രശാന്ത് ശിവൻ BJP ജില്ലാ അധ്യക്ഷൻ നൽകുന്നത്. യൂട്യൂബർ രൺവീർ അലഹബാദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. മനസ്സിലുള്ള വൃത്തികെട്ട ചിന്തകളാണ് പരിപാടിയിലൂടെ പരസ്യമായി പുറത്തു വന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ജനപ്രിയനാണെന്ന് കരുതി സമൂഹത്തെ മുഴുവൻ വിലക്കെടുക്കാനാകില്ല. വൈകൃതം നിറഞ്ഞതും ലജ്ജ തോന്നിപ്പിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തിയത്. റിയാലിറ്റി ഷോകളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാനും കോടതി നിർദ്ദേശിച്ചു. റിയാലിറ്റി ഷോയിൽ മലയാളി പെൺകുട്ടിക്ക് നേരെ നടത്തിയ പരാമർശമാണ് വിവാദമായത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, ഈ രൺവീർ അലഹബാദി തൽക്കാലം മാറി നിൽക്കണം റിയാലിറ്റി ഷോസിൽ നിന്ന് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എന്താണ് കോടതി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? കൃഷ്ണരാജെ, റിയാലിറ്റി ഷോയ്ക്കിടയിൽ തീർത്തും അശ്ലീലം നിറഞ്ഞതും മുഴുവൻ സമൂഹത്തെയും ലജ്ജിപ്പിക്കുന്നതുമായ പരാമർശമാണ് ഇയാൾ നടത്തിയത്. ഇതേ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മാത്രമല്ല, മഹാരാഷ്ട്രയിലും അതോടൊപ്പം രാജസ്ഥാനിലെ ജയ്പൂർ, അസോമിലെ ഗോഹട്ടി എന്നീ 3 സ്ഥലങ്ങളിൽ ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനാൽ ഈ കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് രൂക്ഷമായ വിമർശനം യൂട്യൂബർക്കെതിരെ സുപ്രീം കോടതി ഉയർത്തിയത്. മനസ്സിലെ മാലിന്യം മുഴുവനാണ് ഈ റിയാലിറ്റി ഷോയ്ക്കിടയിൽ പുറത്തേക്ക് വന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഒപ്പം ഈ അഭിഭാഷകൻ രൺവീർ അലഹബാദിയയുടെ അഭിഭാഷകനെയും രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചു. ഇയാൾ പറഞ്ഞ ശുദ്ധ അസംബന്ധങ്ങളെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പോലും ഒരു ഘട്ടത്തിൽ ഈ അഭിഭാഷകനെതിരെ കോടതി ഉയർത്തി. മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ
ഏതെങ്കിലും രീതിയിൽ പ്രശസ്തനാണ് എന്ന് കരുതി എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ ആർക്കും അധികാരമില്ല എന്ന കൃത്യമായ സന്ദേശം ഈ വാദഗതികൾക്കിടയിൽ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ സഹോദരിമാരെയും എല്ലാം ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത് എന്ന വ്യാഖ്യാനം സുപ്രീം കോടതി നടത്തി. ഒപ്പം ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനും ഒരു കാരണവശാലും വിദേശ യാത്രകൾ നടത്തരുത്, ഒപ്പം റിയാലിറ്റി ഷോകളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇയാളെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശവും ഇന്നിപ്പോൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. പാതിവില തട്ടിപ്പിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും മന്ത്രിയുടെ PAയ്ക്കും നേരിട്ട് ബന്ധമെന്ന ആരോപണം. ചിറ്റൂരിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാറിന്റെ വീട്ടിലാണ്. ഇതിന്റെ രേഖകൾ പുറത്തുവന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ച് കൃഷ്ണൻകുട്ടി അന്വേഷണം നേരിടണമെന്ന് കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുണാലത്തുറപ്പും ചേരുന്നു. അരുൺ, ഇതിപ്പോൾ ഉന്നത രാഷ്ട്രീയക്കാരും പാതിവില തട്ടിപ്പിൻ്റെ ഭാഗമായി എന്ന ആരോപണം സജീവമായി നിൽക്കുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ തട്ടകത്തിലാണ് ഈ സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തിച്ചിരുന്നത് എന്നാണല്ലോ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, സംസ്ഥാനത്തൊട്ടാകെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയരുമ്പോഴാണ് നമ്മൾ ജനം TV പാലക്കാട് ചിറ്റൂരിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. ഏതായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനെ കൂടുതൽ തെളിയിക്കുന്നു. അന്ന് നമ്മളോട് ഈ പണം നഷ്ടമായ വീട്ടമ്മമാരായിരുന്നു നമ്മൾ ജനം TVയിലൂടെ ഈ കാര്യം പുറം ലോകത്തോട് പറഞ്ഞത്. തങ്ങൾക്ക് ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് തുക വാങ്ങിയത് എന്നും തങ്ങൾക്ക് ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ മന്ത്രിയുടെ PA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കാളിയായിട്ടുണ്ടെന്നും എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്ന് അവർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും അതിൽ കുറച്ചുകൂടി പുതിയ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് അരുൺ, നമ്മളാണല്ലോ ഈ വാർത്ത കൊണ്ടുവന്നത്. അന്ന് അരുണിന്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല എന്നാണല്ലോ. ഇതിപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. അതിനർത്ഥം മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൂടുതൽ കുരുക്കിലേക്ക് എന്നോ? തീർച്ചയായിട്ടും മന്ത്രി അന്ന് പറഞ്ഞത് തങ്ങൾക്ക് പാർട്ടിക്കോ, ജനതാദൾ എന്ന പാർട്ടിക്കോ അതല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുമായി ഓഫീസുമായി ബന്ധപ്പെട്ട ആർക്കും തന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല. അഥവാ ആരെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ ഓഫീസിൽ നിന്ന് പുറത്താക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. ഇപ്പോഴേതായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടെ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രേംകുമാറിൻ്റെ കെട്ടിടത്തിലാണ് ഇവിടെ ഈ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് സീഡ് സൊസൈറ്റി നേരിട്ടല്ല, സീഡ് സൊസൈറ്റിക്ക് ഈ പണം ഇടപാടും മറ്റുമൊക്കെ നടത്തുന്നതിന് വേണ്ടി മറ്റൊരു, അതായത് ഈ പണമിടപാടും മറ്റിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് അവിടെ ഈ പണം സ്വരൂപിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇടനില എന്ന തരത്തിൽ മറ്റൊരു സൊസൈറ്റി കൂടി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരമൊരു സൊസൈറ്റി, ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അത് പ്രവർത്തിച്ചിരിക്കുന്നത് ഈ മന്ത്രിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ പ്രേംകുമാറിൻ്റെ കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിരിക്കുന്നത്. അതായത് സോഷ്യോ എക്കണോമിക് എൻവിറോൺമെൻ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിലാണ് ഈ ചിറ്റൂരിൽ ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ അതിൽ പ്രസിഡന്റ് പ്രീതി S, സെക്രട്ടറി മോചിത M, അതുപോലെ ട്രഷറർ രമ്യ, 3 സ്ത്രീകളുടെ പേരാണ് ഇതിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ 3 പേരുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർ 3 പേരും ജനതാദൾ പാർട്ടിക്കാരാണ്. ഈ പ്രീതിയാണ്, നമ്മൾക്ക് ആ വീട്ടമ്മമാർ പരാതിയിൽ പറഞ്ഞപ്പോൾ തങ്ങൾക്കൊക്കെ തങ്ങളുടെ നിന്ന് ഇതൊരു സർക്കാർ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങി എന്ന് പറയുന്ന ഒരു ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗമായിരുന്നു എന്നവർ അന്ന് ആരോപിച്ചിരുന്നു. ആ പ്രീതിയുടെ അതേ പേര് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ജനതാദൾ പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു. സോഷ്യോ എക്കണോമിക് എൻവിറോൺമെൻ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിലാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഈ സൊസൈറ്റി സ്ഥിതി ചെയ്ത് അതിൻ്റെ കെട്ടിടം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കെട്ടിടം ഈ മന്ത്രിയുടെ അസിസ്റ്റന്റ് PS-ന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമായിരുന്നു അത് എന്നുള്ളതാണ്. അതിൽ ചിറ്റൂരിൽ നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിലേക്ക് പോകാം.
പാതിവില തട്ടിപ്പിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും മന്ത്രിയുടെ PAയ്ക്കും നേരിട്ട് ബന്ധമെന്ന ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള കൂടുതൽ രേഖകൾ പുറത്തുവരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ പരിശോധന. കൊച്ചി കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചുവേഴ്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു പരിശോധന. ആനന്ദകുമാർ, ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ EDയും റെയ്ഡ് നടത്തുകയാണ്. അതേസമയം ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 27-ാം തീയതിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, പരിശോധന, റെയ്ഡ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് പാതിവില തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് മേൽ കുരുക്ക് മുറുകുന്നു അല്ലേ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതികൾക്ക് മേൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും മേൽ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ മറുഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഊർജിതമായ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാപകമായ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡുകൾ തുടരുന്നത്. പ്രധാനമായും NGO കോൺഫെഡറേഷന്റെ ആജീവനാനന്ദ ചെയർമാനായ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകൾ, ഫ്ളാറ്റുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലും അനന്തകുമാറിന്റെ ഫ്ളാറ്റിലും ഓഫീസുകളിലും അടക്കമാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നായി 60-ഓളം ഉദ്യോഗസ്ഥന്മാരും ഒപ്പം തന്നെ ഈ ആളുകൾക്ക്, ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾക്കും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ഭാഗവാക്കായ ആളുകൾക്കുമെല്ലാം തന്നെ അക്കൗണ്ടുള്ള ബാങ്കുകളുടെ, സ്വകാര്യ ബാങ്കുകളുടെ അടക്കമുള്ള പ്രതിനിധികളും ഈ പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ട്. അന്വേഷണ സംഘം കൂടുതലായും പരിശോധിക്കുന്നത്, ഈ റെയ്ഡിന്റെ ഭാഗമായി പരിശോധിക്കുന്നത്, ഇതിൽ പങ്കാളിത്തമുള്ളതായി പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എവിടെ നിന്നെല്ലാം പണം എത്തിയിട്ടുണ്ട്, അനന്തകൃഷ്ണൻ ഇവർക്ക് പണം നൽകിയിട്ടുണ്ടോ, തിരിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ബിനാമി ഇടപാടുകൾ ആരെല്ലാമായിട്ടാണ് നടന്നിട്ടുള്ളത്, ഏതെല്ലാം ആളുകളുടെ പേരിലാണ് ബിനാമി ഇടപാടുകൾ നടന്നിട്ടുള്ളത്, എത്ര അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, അതിലൂടെ എത്രമാത്രം പണം ക്രയവിക്രയം നടന്നിട്ടുണ്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അനന്തകൃഷ്ണൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ കള്ളപ്പണമായി സമാഹരിച്ച പണം അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ അന്വേഷണത്തെ നേരിടേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിലാണ് പരിശോധനകൾ ഇപ്പോഴും തുടരുന്നത്. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ പരിശോധന. മറ്റ് ഇടങ്ങളിൽ ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും ഒക്കെ വീടുകളിലടക്കം 12 ഇടത്ത് ED റെയ്ഡും നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തതിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളെ പ്രതി ചേർക്കുമ്പോഴെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്ത സംഭവത്തിലാണ് ആശങ്കയും വിമർശനവുമായി സർക്കാരിനു നേരെ ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി വിമർശനം. ഭരണഘടനാപരമായ പദവി വഹിച്ച ആളുകളെ വാർത്താ ഹൈപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കരുത്. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളെ പ്രതി ചേർക്കുമ്പോഴെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനത് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ പദവി വഹിച്ച ആൾക്കെതിരെയാണ് കേസെടുത്തത്. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തതെന്നും കോടതി ചോദ്യമുന്നയിച്ചു. ഭരണഘടനാ പദവി വഹിച്ച വ്യക്തിയെ പ്രതി ചേർക്കുമ്പോൾ വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. തെളിവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മനസ്സർപ്പിച്ചു തന്നെയാണ് കേസെടുത്തതെന്നും പോലീസിന് വേണ്ടി സർക്കാർ മറുപടി നൽകി. തുടർന്ന് സർക്കാരിന്റെ വിശദീകരണം തേടിയ ഹൈക്കോടതി ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി. പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായാണ് രാമചന്ദ്രൻ നായർക്കെതിരായ കേസെന്നും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നുമാണ് ഹർജിക്കാരുടെ വാദം. പാതിവില തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയാക്കി കേസെടുത്തത്. ജനം, കൊച്ചി. ഇലോൺ മസ്കിന്റെ ടെസ്ല ഭാരതത്തിലേക്ക്. മസ്ക് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ടെസ്ല ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്.
ലിങ്ക്ഡിൻ പേജിലൂടെ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. 13 തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ടെസ്ല തിരയുന്നത്. ഭാരതത്തിന്റെ ഇലക്ട്രിക് ഗതാഗതം ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ടെസ്ലയുടെ രംഗപ്രവേശം. അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ടെസ്ല അതിവേഗം ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സാങ്കേതിക വിദഗ്ധരും ടെക്നീഷ്യന്മാരും മറ്റു മാനേജ്മെന്റ് വിദഗ്ധരും ഉൾപ്പെടുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ലിങ്ക്ഡിൻ പേജിൽ ടെസ്ല പരസ്യം നൽകിക്കഴിഞ്ഞു. മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടം വിപണിയിലേക്ക് ടെസ്ല പ്രവേശിക്കുക. പ്രീമിയം ഇലക്ട്രിക് കാറുകളുടെ കസ്റ്റംസ് തീരുവയിൽ ഭാരതം ഗണ്യമായ കുറവ് ഈ അടുത്ത കാലത്ത് വരുത്തിയിരുന്നു. 35 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള കാറുകളുടെ തീരുവ 110 നിന്നും 70% ചുരുക്കി. മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി ശക്തമാക്കുന്നതിന് നിരവധി പ്രഖ്യാപനങ്ങളും ഇക്കഴിഞ്ഞ ബജറ്റിൽ നടന്നിരുന്നു. ബാറ്ററി റീപ്ലേസ്മെന്റ് നെറ്റ്വർക്ക് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനുള്ള നയപരമായ തീരുമാനങ്ങൾ ഭാരതം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തടസ്സമില്ലാതെ നിമിഷനേരം കൊണ്ട് റീചാർജിംഗ് സാധ്യമാക്കി ദീർഘദൂര യാത്രയ്ക്ക് അവസരമൊരുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഭാരതം കൈക്കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പശ്ചാത്തല അനുകൂല ഘടകങ്ങളും യാഥാർത്ഥ്യമായതാണ് ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് ഉടൻ പ്രവേശിക്കാൻ കാരണം. ക്ഷണവേഗത്തിൽ കാര്യങ്ങൾ സാധ്യമാക്കുന്ന മോദി മാജിക്കാണ് ടെസ്ലയുടെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് പിന്നിലും. നാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യ ഖത്തർ സംയുക്ത ബിസിനസ് ഫോറത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഖത്തർ വാണിജ്യമന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ചരിത്രപരവും ഒട്ടേറെ സാധ്യതകൾക്ക് വഴി തുറക്കുന്നതുമാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. പുത്തൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സഹകരണം മെച്ചപ്പെടുത്തും. വ്യാപാര നിക്ഷേപ മേഖലയിൽ വൻ വളർച്ച കൈവരിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. दोनों देश नई टेक्नोलॉजीज पर, आर्टिफिशियल इंटेलिजेंस पर विश्व में बदलते हुए परिप्रेक्ष्य के हिसाब से अपना संबंध बढ़ाने के लिए प्रतिबद्ध है. मैं समझता हूं आने वाले दिनों में व्यापार हो या निवेश हो, दोनों में भारत और कतार के बीच बड़े पैमाने पे वृद्धि होने की संभावना मुझे दिखती है. സഹകരണം ശക്തിപ്പെടുത്താൻ ഭാരതവും ഇറ്റലിയും കൃഷി, പ്രതിരോധം, ബഹിരാകാശം, അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. സാമ്പത്തിക നയതന്ത്ര ബന്ധം പുത്തൻ തലത്തിലേക്ക് കടക്കുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. പീയൂഷ് ഗോയലുമായി ഇറ്റലിയുടെ വിദേശകാര്യ അണ്ടർ സെക്രട്ടറി, ഇറ്റാലിയൻ അംബാസിഡർ എന്നിവരാണ് ചർച്ച നടത്തിയത്. ജമ്മു കശ്മീരിൽ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അവലോകന യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും യോഗത്തിൽ പങ്കെടുത്തു. പോലീസ്, ജയിൽ, കോടതികൾ, വിചാരണ രീതികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. രാജീവ് കുമാർ വിരമിച്ചതിന് പിന്നാലെയാണ് നിയമനം. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെട്ട സമിതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി വി സോമണ്ണ. 23,700 കോടിയുടെ റെയിൽവേ പദ്ധതികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. സ്ഥലമേറ്റെടുക്കാനുള്ള സംസ്ഥാന വിഹിതം കേരള സർക്കാർ നൽകുന്നില്ല. 4,983 കോടിയിൽ കേരളം നൽകേണ്ടത് 2,242 കോടിയാണ്. കേരള സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. കേരള താങ്ക്സ് മോദി ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. कर्नाटक में भी वही बात करते हैं, इधर भी वही बात करता है. कितने पैसा, कोई पैसा क्या है, कैसा वो कोई कैसा खर्चा कर रहे. हमको ऑडिटिंग नहीं दिया तो हमें कहीं क्या करने का होता है. लास्ट में रिक्वेस्ट है, इतने बोल रही है. 13 फाइनेंस में केरला को 2011 to 2013, 2014 to 15 33,368 करोड़ केरला को असिस्टेंस दिया था. अब आफ्टर मोदी जी केम into power, 14 फाइनेंस में 2015 to 2019 में 80,000 crores
188 crores अब उसको ये कर रहे हैं. It is डबल देन लास्ट गवर्नमेंट का. बाद में है भी 15 फाइनेंस कमीशन में मोदी जी का रेकमेंड होकर 1,11,000 crores इन केरला को हमें असिस्टेंस दे रही है. പത്തനംതിട്ട ജില്ലയിൽ CPMകാർ പരസ്പരം കൊല്ലുകയും അത് BJPയുടെ മേൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിത ശ്രമം മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് BJP നേതാക്കൾ. തിരുവല്ല പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപ് വധക്കേസിലും BJPയുടെ മേൽ കുറ്റം ചുമത്താനുള്ള CPMന്റെ ഗൂഢനീക്കം പിന്നീട് പൊളിഞ്ഞതായി OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ് പറഞ്ഞു. മിഥുൻ മുരളിയുടെ റിപ്പോർട്ടിലേക്ക്. പെരുന്നാട്ടിലെ CIT പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെയും BJPയുടെയും തലയിൽ ഈ സംഭവം കെട്ടിവെച്ചുകൊണ്ടുള്ള വ്യാപകമായ വ്യാജ പ്രചാരണം CPM തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി നിഖിലേഷിന്റെ അമ്മ തന്റെ മകൻ CIT പ്രവർത്തകനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടും ഈ വ്യാജ പ്രചാരണങ്ങൾ അതേപടി തന്നെ തുടരുന്ന സാഹചര്യമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്നും പ്രതികരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം സംഘപരിവാറും BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ള ആ പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ചെയ്തത്. സമാനമായ സാഹചര്യങ്ങൾ നേരത്തെയും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ തിരുവല്ലയിലെ പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനമായി ഈ സംഭവം നടന്ന് തൊട്ടുപിറകെ തന്നെ സംഘപരിവാറിന്റെയും BJPയുടെയും തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ് എന്ന് തെളിയുകയും ചെയ്ത സാഹചര്യമാണ് ഇവർ BJP നേതാക്കളും പ്രവർത്തകരും ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് നടന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഈ കൊലപാതകം സംഭവിച്ച് തൊട്ടുപിറകെ തന്നെ അന്ന് സന്ദീപ് വധക്കേസ് ഉണ്ടായി തൊട്ടുപിറകെ തന്നെ CPM കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി ഇത് RSSും BJPയും നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്നുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുകയായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ജിതിൻ വധക്കേസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്നത്തെ കേസ് സന്ദീപ് വധക്കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇപ്പോഴത്തെ ജിതിൻ വധക്കേസിലും സമാനമായ ചില ആസൂത്രിതമായി സംഘപരിവാറിൻ്റെയും BJPയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കരുതിക്കൂട്ടി CPM തന്നെ കൊലപാതകം നടത്തിയിട്ട് അവർ തന്നെ എതിർപക്ഷത്തുള്ള സംഘപരിവാറിൻ്റെയും BJPയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ആ ശ്രമങ്ങളെ സമാന സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സന്ദീപ് അദ്ദേഹം അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം CPMൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും അവരുടെ സൈബർ പോരാളികളടക്കം BJP സംഘപരിവാറിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇത്തരത്തിൽ സന്ദീപിനെ കൊല ചെയ്യപ്പെട്ടെന്നുള്ള വ്യാപകമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. പെരിങ്ങരയിലെ നിരവധി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചു, പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. അപ്പോഴൊക്കെ സംഘപരിവാറും ഭാരതീയ ജനതാ പാർട്ടിയും അടക്കമുള്ളവർ വളരെ സംയമനം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അന്വേഷണത്തിൽ പ്രതികളെ ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ പോലീസിന് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അന്നത്തെ SP അന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഈ കേസ് ഒരു കൊട്ടേഷൻ ആക്രമണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണെന്നാണ്. അതിനകത്ത് BJPക്കോ സംഘപരിവാറിനോ യാതൊരുവിധ ബന്ധവുമില്ലെന്നുള്ള കാര്യം അന്നത്തെ SP നിശാന്തിനി മാഡം അന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആയതിനു ശേഷമൊക്കെ തന്നെയാണ് ഇത്ര കൃത്യമായിട്ട് BJP നേതാക്കന്മാരുടെ പേരിലേക്കും സംഘപരിവാർ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പേരിലേക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരു നേതാവാണ് ഇത്തരത്തിൽ അന്ന് പ്രതിപ്പട്ടികയിലേക്ക് ആരോപണ വിധേയനായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മാധ്യമങ്ങളോടും ചാനൽ ചർച്ചകളിലുമൊക്കെ കൃത്യമായിട്ട് വന്നിരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാറും BJPയുമാണെന്നുള്ള കാര്യം പത്രസമ്മേളനത്തിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യം അന്നത്തെ ചാനൽ ബൈറ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ എവിടെ ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ഇതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ പെരിനാട്ടിൽ നടന്നിട്ടുള്ളത്. പെരിനാട്ട് ആ കൊല ചെയ്യപ്പെട്ട ആ ജിതിൻ്റെ മാതാവ് പറയുന്നു, എൻ്റെ മകൻ CITUവിൻ്റെ പ്രവർത്തകനാണ്,
അപ്പുറത്ത് പിടിക്കപ്പെട്ടുള്ള പ്രതിപ്പട്ടികയിലുള്ളവർ മുഴുവൻ CI2-ൻ്റെയും DYFIയുടെയും നേതാക്കന്മാരാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും കൊലപാതകം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജില്ലയിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവരിത് ഇത്തരത്തിൽ കേരളത്തിൽ സജീവമായിട്ട് എവിടെ പ്രവർത്തകർ ചത്താലും തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കൊന്നുകഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് സംഘപരിവാറിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് പറയും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാം അന്വേഷണം കൃത്യമായിട്ട് പോകുന്നു, പ്രതികളെ കൃത്യമായിട്ട് 8ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇന്നലെ നമുക്കറിയാം അവിടുത്തെ MLA ആയിട്ടിരുന്നിട്ടുള്ള രാജു എബ്രഹാമാണ് ഇപ്പോൾ ഇവിടുത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന് ഈ അവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അടക്കമുള്ളവർ BJP സംഘപരിവാറിൻ്റെ പേരിലേക്ക് ഈ കൊലപാതകം കെട്ടിച്ചമച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വളരെ കൃത്യമായിട്ട് സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുക, അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഈ ശക്തമായ പ്രതിഷേധത്തിന് എതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും മാധ്യമങ്ങളിൽ കൂടി ഇതിനെതിരെ ശക്തമായ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. നേരത്തെയും ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സമാനമായ ചില സാഹചര്യങ്ങൾ BJPയുടെയും സംഘപരിവാറിൻ്റെയും മേൽ കെട്ടിവെക്കുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള CPM-ൻ്റെ ശ്രമങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ പ്രകാശ്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. ചെങ്ങന്നൂർ വിശാൽ വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സാക്ഷി വിസ്താരം ആരംഭിച്ചു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. പ്രതിയായ ഷഫീഖിന്റെ തിരിച്ചറിയൽ കാർഡ് കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചതായി കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനും നിലവിൽ പത്തനംതിട്ട DYSP-യുമായ R. ജോസ് കോടതിയിൽ പറഞ്ഞു. സംഭവം നടന്ന് 3 ദിവസങ്ങൾക്കുള്ളിൽ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും R. ജോസ് ചോദ്യങ്ങൾക്ക് മറുപടിയായി കോടതിയെ അറിയിച്ചു. അഡ്വക്കേറ്റ് പ്രതാപ് G. പടിക്കലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.